ഹലോ അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. എന്തൊക്കെയാണ് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മൾ ഷോപ്പൊക്കെ പോകണ വഴിയാണ് കേട്ടോ. അപ്പോൾ ഫാമൊക്കെ ഒന്ന് വന്നതാണ്. ഷോപ്പൊക്കെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ പോകലുള്ളൂ. പിന്നെ അവിടെ സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇന്ന് ബായിക്ക് ഉച്ചക്കുള്ള ഫുഡ് എന്നോട് താത്ത കൊടുക്കാൻ പറഞ്ഞിട്ടാ. അല്ല ഞാൻ രാവിലത്തെ കാലിച്ചായും കടിയും കൊടുക്കും. പിന്നെ നാസ്തിയും നമ്മളാട്ടോ കൊടുക്കൽ. ഉച്ചക്കത്തും രാത്രികത്തും താത്തേനെ കൊടുക്കൽ. അപ്പോൾ ചെന്നപ്പോൾ നമ്മളെ പശുക്കളെ കറന്ന് കഴിഞ്ഞിട്ടുണ്ട്. ബായി താത്താൻ്റെ പശുക്കളെ കറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താത്താക്ക് ഇന്ന് എന്തോ ഒരു മീറ്റിങ്ങോ കാര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് എന്നോട് കൊടുക്കാൻ പറഞ്ഞാണ്. അപ്പോൾ ഇന്ന് രാത്രിക്ക് നമുക്ക് പിന്നെ സ്പെഷ്യലായിട്ട് സുർബിയൻ ബിരിയാണി ഒക്കെ ഉണ്ട് കേട്ടോ. പെരുന്നാളിന് നമ്മൾ അതേനും ഓർഡർ ചെയ്തിട്ടുണ്ടത്. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ പറയുക, നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും. ബിരിയാണിൻ്റെയും മന്തിൻ്റെ ഇടയിലുള്ളൊരു സാധനം നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല മന്തിനെ പോലല്ല, നല്ല മസാല ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ രാവിലേക്ക് ബുക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു തലേന്ന് തന്നെ ബുക്ക് ചെയ്യണം. പിന്നെ നമ്മൾ 1 കിലോ ആണ് ബുക്ക് ചെയ്തത്. അതിന് 700 രൂപയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ തലേന്ന് ബുക്ക് ചെയ്ത അരിയൊക്കെ വെള്ളത്തിലിടൊക്കെ വേണം. ഇനി വൈകുന്നേരത്തിന് ആരെങ്കിലും അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരാമെന്ന്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് വിചാരിക്കണ്ടാവില്ലേ? ഉമ്മ ഉണ്ടല്ലോ വീട്ടിൽ. ഉമ്മ 6 നോമ്പ് നോറ്റിരുന്നു കേട്ടോ. 6 നോമ്പ് നോറ്റൊക്കെ ഇന്ന് പെരുന്നാളല്ലേ. അപ്പോൾ അതിന് ഓർഡർ ചെയ്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ രാത്രിക്ക് ബായിക്കും കൊടുക്കുക. നമുക്ക് സ്പെഷ്യലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ഓനും കൊടുക്കൂട്ടാം. ഇപ്പോൾ രണ്ടാൾക്കും കൂടി ഒരു ബായി ആയപ്പോൾ ഒരു ആശ്വാസമാണ്. ഫുഡാണെങ്കിലും പിന്നെ രണ്ടാൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ശമ്പളമാണെങ്കിലും എല്ലാ കാര്യമൊക്കെ നമുക്ക് പിന്നെ അതിനൊരു കണക്കുണ്ട്. ഇപ്പോൾ ശമ്പളം അവന് കൊടുക്കൽ 20,000 രൂപയാണ് കേട്ടോ. അപ്പോൾ രണ്ടാളും 50-50 ആക്കിയിട്ടാണ് കൊടുക്കൽ. അപ്പോൾ നല്ല ചെക്കനുമാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ബായി പശുവിനെ കറക്കാണ്ട്. ഇതൊരു കുട്ടി ചത്ത പശുവാണ് കേട്ടോ. അപ്പോൾ ഇതിന് പാലിൻ്റെ ഇറക്കി തരണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. കുട്ടികളുണ്ടെങ്കിൽ വേണ്ട അവിടെ വൈകി കുട്ടികൾക്ക് കുടിച്ചാൽ കൊടുത്താൽ പെട്ടെന്ന് ഇറക്കി തരുമല്ലോ. പിന്നെ കുറച്ച് നേരം കൊണ്ട് പിന്നെ മസാജ് ചെയ്താലേ പാൽ ഇറക്കി തരുള്ളൂ. ഇപ്പോൾ പാൽ ഇറക്കി തുടങ്ങിയിട്ടാണ്. പാല് അകിട് ഇങ്ങനെ ആയിക്കോട്ടെ. നല്ല പാലുള്ള പശുവാണ്. വൈകുന്നേരം ഒരു 7 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. പ്രസവിച്ചിട്ടൊരു 4 മാസം 5 മാസമൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ബായി കറക്കണത് ബായിനെ കാണാതെ ഇങ്ങനെ എടുക്കണം കേട്ടോ. ബായിക്ക് ഭയങ്കര നാണാണ്. നമ്മളെ മുഖത്തേക്കും കൂടി നോക്കൂല, അത്ര നാണുള്ള ഒരാളാണ്. പിന്നെ നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. നമുക്ക് 4K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി വരെ 3993 ആയിരുന്നു. രാവിലെ എണീച്ചപ്പോൾ 4000 സംതിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 1K ആയൊക്കെ കേക്കൊക്കെ മുറിച്ചൊന്ന് ആഘോഷിക്കണം വിചാരിച്ചതായിരുന്നു. പിന്നെ അത് അപ്പോൾ നമ്മളവിടെ ഇല്ലായിരുന്നു, സ്ഥലത്തില്ലായിരുന്നു. ഒരു 2K ആവട്ടെ അയച്ചു. 2K ആയപ്പോൾ 3K ആയപ്പോൾ ഒന്നും പറ്റിയില്ല. ഒന്ന് 4K ആയിട്ടുണ്ട്. നമുക്കൊരു ചെറിയ കേക്കൊക്കെ വാങ്ങി ഒരു മധുരം കൊടുക്കണം വിചാരിക്കുന്നുണ്ട്. ഉമ്മയുണ്ടല്ലോ. പിന്നെ മോന് പിന്നെ വീഡിയോയുടെ മുന്നിലൊന്നും വരൂല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് നമ്മളിതുവരെ എത്തിച്ചത്. എനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. എത്ര പറഞ്ഞാലും നന്ദി തീരൂല. നമ്മളൊരു ചെറിയ ഒരു വീഡിയോകളാണ് ഇടുന്നത്. അതിനൊക്കെ നിങ്ങൾ നല്ല സപ്പോർട്ടാണ് തരുന്നത്. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ ബായി ഇതാ പശുവിനൊക്കെ അടിപൊളിയായി കറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 13 പശുക്കളെ ഈ ഒരു ചക്കം 21 വയസ്സായ ഒരു കുട്ടി മാത്രമാണ് നോക്കുന്നത്. അതൊക്കെ സമ്മതിക്കണമല്ല. നമ്മളൊക്കെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി 8 പശുക്കളെ നോക്കിയിട്ട് തന്നെ ആകെ വലഞ്ഞിരുന്നു. അപ്പോൾ രാത്രി ഷോപ്പ് അടിച്ച് പോന്നപ്പോൾ നമ്മളൊരു ചെറിയ കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 4K സബ്സ്ക്രൈബറായ കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. കേൾക്കുമ്പോൾ 4K എന്ന് എഴുതിയൊരു വീഡിയോ എടുത്തിരുന്നു. പക്ഷേ അത് തല തിരിഞ്ഞു പോയതോടെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയില്ല. ചെറിയൊരു കേക്കാണ് കേട്ടോ. ഒരു 250 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. പിന്നെന്താ വൈറ്റ് ഫോറസ്റ്റാണ്. ചെറുത് മതി എന്നതാണ്. മോനൊന്നും ജിമ്മിനും പോകണോണ്ട് അധികം മധുരം കഴിക്കാൻ പറ്റൂല. അപ്പോൾ ഇത് താത്താൻ്റെ മോനാണ് കേട്ടോ. മോനെ വീഡിയോയിലൊക്കെ ഒന്നും വരുന്നില്ല. ഇത് എൻ്റെ ഉമ്മ അതാ വലിയൊരു തട്ടൊക്കെ പുതച്ചിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഉമ്മക്ക് കാര്യം മനസ്സിലായിട്ട് ചേട്ടാ. ഉമ്മ ചോദിക്കുന്നുണ്ട് എന്താ എൻ്റെ ഉമ്മാൻ്റെ ബർത്ത്ഡേ ആണ് ചോദിച്ചിട്ടുണ്ട് എൻ്റെ മോനോട്. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രസവിച്ച നിങ്ങൾക്ക് ഏതായാലും വയസ്സും കാര്യമൊന്നും അറിയില്ലല്ലേ എന്ന്. അപ്പോൾ മോൻ പറഞ്ഞു ഉമ്മാൻ്റെ ബർത്ത്ഡേ അല്ല, ഉമ്മാൻ്റെ യൂട്യൂബിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോരുന്ന വൈക്കാൻ നമ്മൾ പിന്നെ ഓർഡർ ചെയ്ത മന്തിയിൽ സുർബിയൻ ബിരിയാണി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം അടുക്കളയിൽ കൊണ്ടുപോയി മിക്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒക്കെ നമ്മളെ ഫാമിലി പെട്ടതാണ്, എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ മിക്സ് ചെയ്ത് ഇവിടെ വെച്ചാണെങ്കിൽ മിക്സ് ചെയ്താൽ മതി പറഞ്ഞിട്ടാണ്. കാരണം താത്താൻ്റെ മോന് പോവാനുള്ളതാണ്. ഇന്ന് ഉച്ചക്ക് ആണെങ്കിൽ ഓനെ കിട്ടൂലേനു, രാത്രി ആയതുകൊണ്ടാണ് ഓനെ കിട്ടിയത്.
അപ്പോൾ ഓന് വേഗം ഫുഡ് കൊടുത്തിട്ട് ഈ ബൈക്കിലല്ലേ ഈ മക്കൾ ഓവർ സ്പീഡിൽ പോകുന്നത് കാണുന്നതിൻ്റെ നെഞ്ചിൽ കാളിലാണ്. പിന്നെ അപ്പോൾ ഇപ്പോൾ തന്നെ ടൈം 9:30 ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേഗം ഫുഡ് കഴിച്ച് വെക്കോട്ടെ വെച്ചിട്ട് നമ്മൾ നിസ്കരിക്കാനൊന്നും നിൽക്കാതെ വേഗം ഫുഡ് വിളമ്പാണ് കേട്ടോ. ഫുഡ് പെരുന്നാളിനൊന്ന് കൊണ്ടുവന്ന അത്ര ടേസ്റ്റ് ഇല്ല, കണ്ടിട്ടും കഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. എന്താ നമുക്ക് രണ്ടാമതായതുകൊണ്ട് അങ്ങനെ തോന്നുക എന്താണെന്നറിയില്ല. അപ്പോൾ ഫുഡൊക്കെ ഒരുക്ക് വിളമ്പി കൊടുക്കണേ. ഉമ്മാനെ വിചാരിച്ചാണ് നമ്മൾ ബിരിയാണി കൊണ്ടുവന്നത്. അപ്പം ഞാൻ വന്നപ്പോൾ ഉമ്മ ഇങ്ങനെ വെറുംചോറ് കഴിക്കണേ. അപ്പോൾ ഉച്ചക്ക് കഞ്ഞിയാണല്ലോ കുടിച്ചത്. കഞ്ഞിവെള്ളമൊക്കെ കുടിച്ചിട്ട് ഒരുപാട് ദിവസമായില്ല, നോമ്പല്ലായിരുന്നു. അപ്പോൾ കഞ്ഞിവെള്ളം കുടിക്കാനൊരാഗ്രഹം എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് കഞ്ഞി കുടിച്ച് പറഞ്ഞപ്പോൾ ചോറ് തിന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് പണിയാണ് നിങ്ങൾ കാട്ടുന്നത്, നിങ്ങളെ വിചാരിച്ചല്ലേ ബിരിയാണി കൊണ്ടുവന്നത്, ഇനി അതാണ്ട് എടുത്തേക്കിട്ട് കുറച്ച് ബിരിയാണി കഴിക്കാറുണ്ട്. ബിരിയാണി ഒന്നും വലിയ ഇഷ്ടമൊന്നുമില്ല, അതിന് ഈ വെറുംചോറും ഇതൊക്കെയാണ് ഇഷ്ടം. നമുക്കിപ്പോൾ ഉള്ളവർക്കൊക്കെ അല്ലല്ലോ അതൊക്കെ ഇഷ്ടം. അതുകൊണ്ട് അമ്മ നിർബന്ധിച്ച് ഒരു പിടി ബിരിയാണി കഴിക്കണം. അപ്പോൾ അതിന് വലിയൊരു ഇലയൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് കണ്ടെങ്കിൽ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ കേട്ടോ.